മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ ഒഴിച്ചേറിയാണ് കേട്ടോ. ഒഴിച്ചേറിയുടെ കളർ നിങ്ങൾ ക്യാമറയിൽ കാണുന്നതല്ല, കുറച്ചുകൂടി യെല്ലോയിഷാണ്. നമ്മുടെ ഒരു എരിശ്ശേരിയുടെയൊക്കെ കളറാണ് കാണുമ്പോൾ, പക്ഷേ ക്യാമറയിൽ ഇത്തിരി ലൈറ്റായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൻപയറും ചേനയും ചേർത്തിട്ടുള്ള ഒരു ഒഴിച്ചേറിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ പുളി ഇല്ലാത്ത കറിയാണ് കേട്ടോ ഇത്. പുളി ആവശ്യമാണെങ്കിൽ നിങ്ങൾക്കൊരു തക്കാളി ചേർക്കാം. ഞാൻ തക്കാളി ചേർത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ പുളി ആവശ്യമില്ല ഈ ഒരു കറിക്ക്. പുളി ഇല്ലാതെ ചെറിയൊരു മധുരത്തോടു കൂടി ആ ചെറുപയറിൻ്റെ ടേസ്റ്റും ചേനയുടെ ടേസ്റ്റും അതുപോലെ തന്നെ തേങ്ങയുടെ ആ ഒരു അരപ്പിൻ്റെ മധുരവും, ചെറിയൊരു മധുരം, നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുള്ള മധുരമല്ല, അല്ലാത്തൊരു മധുരത്തോടു കൂടി ഒരു നാടൻ ഒഴിച്ചേറി. സാധാരണ നമ്മൾ പടവലങ്ങയും പരിപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്ന ചേനയും പയറും കറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/4 കിലോ ചേന ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ടൊരു 1/2 കപ്പ് വൻപയർ വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 2 മണിക്കൂർ ഞാൻ സോക്ക് ചെയ്തെടുത്താണ്. ചേനയും പയറും ഒരുമിച്ച് വേവിക്കാനാണ് ഞാൻ 2 മണിക്കൂർ വെള്ളത്തിൽ പയർ സോക്ക് ചെയ്തെടുത്തത്. നിങ്ങളല്ലെങ്കിൽ പയർ സോക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം പയർ വേവിച്ച് ഒരു 1/4 വേവായി കഴിയുമ്പോൾ ചേന ചേർക്കാം. ഇങ്ങനെ ഒന്ന് സോക്ക് ചെയ്തിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും നമുക്ക് ഒരുമിച്ച് തന്നെ ചേർക്കാം. പിന്നെ 2 ഉള്ളി, കുറച്ച് കറിവേപ്പില, 2-3 പച്ചമുളക്, നമ്മുടെ എരിവനുസരിച്ച് പച്ചമുളക്, 1/4 കപ്പ് തേങ്ങ ചിരവിയത്, ഇത്രയും എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുമ്പോൾ പറയാം. ആദ്യം നമുക്കൊരു കുക്കറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പയറ് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേന, പിന്നെ ഒരു 2-3 ഇതിൽ കറിവേപ്പില, നമ്മുടെ പച്ചമുളക്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഈ പയറിൻ്റെയും ചേനയുടെയും മുകളിൽ നിൽക്കുന്ന അളവിൽ വെള്ളം ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ വരുന്നത് വരെയാണ് ഞാനിത് വേവിക്കുന്നത്. ആ സമയത്ത് നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ക്യൂമിൻ സീഡ്സ്, പിന്നെ 2-3 ഇതിൽ കറിവേപ്പില, ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നന്നായിട്ട് തന്നെ അരയ്ക്കണം. ഇനി ഇത് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ തേങ്ങയും ജീരകവും കറിവേപ്പിലയും ചേർത്ത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് മാറ്റി വയ്ക്കാം. കുക്കറിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയി കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചേനയും പയറൊക്കെ കുക്കായിട്ട് പ്രഷർ പോയിട്ടുണ്ട്. നമുക്ക് തുറക്കാം. നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജീരകം അരച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ജീരക പൊടി ചേർക്കാം കേട്ടോ ഇതിലേക്ക്. അതുപോലെ തന്നെ പച്ചമുളക് ചേർത്ത് വേവിക്കാൻ മറന്നു വേണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളക് അരച്ച് ചേർത്താലും മതി. നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഒരുപാട് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അരപ്പിൻ്റെ കൂടെ വെള്ളം ചേർക്കാം. ഞാൻ ഒരുപാട് ഗ്രേവി ഉള്ള രീതിയിലല്ല ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള ഗ്രേവി, ഈ രീതിയിലാണ് കറി ചെയ്യുന്നത്. അപ്പോൾ കളർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം കേട്ടോ. നമ്മളിപ്പോൾ മുളക് പൊടി ചേർക്കാതെയാണ് ഈ ഒരു കറി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, അല്ലെങ്കിൽ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. നിങ്ങളുടെ കയ്യിൽ ഏത് മുളക് പൊടിയാണ് ഉള്ളതെന്നനുസരിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2ൻ്റെയും കാര്യം പറയുന്നത്. അപ്പോൾ ഇനി നമ്മുടെ അരപ്പിൻ്റെ ഈ റോ ടേസ്റ്റ് ഒന്ന് മാറി വരട്ടെ. ആ ജീരകത്തിൻ്റെയും കറിവേപ്പിലയുടെയും ഒക്കെ ഒന്ന് റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കുക്കറാണ്, നല്ല ചൂടുള്ളതാണ്, അതുകൊണ്ട് തന്നെ വേഗം തന്നെ തിള വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തിളച്ചു പോവരുത്, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടോ, പയറാണെങ്കിലും ഒരുപാട് ഉടഞ്ഞു പോയിട്ടില്ല. ചേനയൊക്കെ ഒന്ന് ഉടഞ്ഞു തുടങ്ങി. നിങ്ങൾക്ക് പയർ ഒന്നുകൂടി ഉടഞ്ഞു വരണം എന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂറോ അല്ലെങ്കിൽ തലേ ദിവസം നമ്മൾ കിടക്കാൻ നേരത്ത് പയർ വെള്ളത്തിലിട്ടിട്ട് കിടക്കുക. അപ്പോൾ രാവിലെ ഒരു 2 വിസിലൊക്കെ വരുമ്പോൾ തന്നെ പയർ വെന്ത് വന്നോളും നന്നായിട്ട്. ഇപ്പോൾ ഞാനൊരു 2 മണിക്കൂറോ പയർ വെള്ളത്തിലിട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഉടഞ്ഞു പോവാതെ ഈ ഒരു പാകത്തിൽ വെന്ത് കിട്ടിയിട്ടുള്ളത്.
നമ്മുടെ കറിക്ക് ഇത്തിരി മഞ്ഞ കളർ കുറവാണ്, നമുക്കൊന്ന് മഞ്ഞ കളർ കൂട്ടിയെടുക്കണം. അതിനായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട് വറവിടുമ്പോൾ. ഇപ്പോൾ ഇതാ കറിയിൽ നിന്ന് നന്നായിട്ട് ആവി വന്ന് തുടങ്ങുന്നുണ്ട്, ചെറിയ ബബിൾസും വന്ന് തുടങ്ങുന്നുണ്ട്. ഞാൻ വേറൊരു പാൻ വയ്ക്കാൻ പോവാണ് ഇനി വറവിടാനായിട്ട്. ഈ കുക്കർ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ പാനൊന്ന് ചൂടായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഉള്ളി കട്ട് ചെയ്ത് വയ്ക്കാം, അതുപോലെ തന്നെ വറ്റൽമുളക് കട്ട് ചെയ്ത് വയ്ക്കാം. അതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് വറവിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നു കേട്ടോ പാനിലേക്ക്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, ഉള്ളിയും ചേർത്ത് കൊടുക്കാം. 2 ഉള്ളിയെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. വലിയ ഉള്ളി ആയതുകൊണ്ട് 2 എടുത്തിട്ടുള്ളൂ. ചെറിയ ഉള്ളിയാണെങ്കിൽ 4 വരെ എടുക്കാം. ഇനി ഉള്ളിയുടെ കളറൊന്ന് മാറി തുടങ്ങാറാവുമ്പോൾ നമ്മൾ നമ്മുടെ കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളകും കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഒരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ചെറിയ വറ്റൽമുളകാണ്, അതുകൊണ്ടാണ് 4 എടുത്തിട്ടുള്ളത്. ഇനി വറ്റൽമുളകും കൂടി ഒന്ന് ചൂടായി ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കറിയിലേക്ക് വറവ് ചേർക്കുന്നതിന് തൊട്ട് മുന്നെയാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എരിവ് കുറവാണെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഈ ഒരു വറവിലേക്ക്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയുടെ കളർ കുറവാണെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക വറവിലേക്ക്. അങ്ങനെ 2 കാര്യങ്ങളും ചേർത്തിട്ട് നമുക്ക് കറിയുടെ എരിവൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ ഉള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറച്ച് ചേനയും കുറച്ച് പയറും ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ചോറിൻ്റെ കൂടെ നല്ലൊരു ഒഴിച്ചുകറിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. ചോറിന് കറികൾ ഉണ്ടാക്കുക എന്നുള്ളതല്ലേ നമുക്ക് എല്ലാവർക്കും എന്നുള്ള തലവേദന. അപ്പോൾ അതുപോലെ വ്യത്യസ്തമായ പല കറികളും നിങ്ങൾ പരീക്ഷിച്ച് നോക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചതുകൊണ്ടാണ് കേട്ടോ കുറച്ചധികം സമയം എടുക്കുന്നത്. ഉള്ളിയൊക്കെ കുക്കായി വരാനായിട്ട് വെളിച്ചെണ്ണ അധികം ചേർക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ ഉള്ളി ചേർത്തിട്ടുള്ളത്, കടുകും ഉള്ളിയെല്ലാം ചേർത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും കളർ മാറുമ്പോൾ ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ കറിക്ക് മഞ്ഞ കളറാണ് കുറവുള്ളത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത്. ഇനി ഈ മഞ്ഞൾപ്പൊടി ഒന്ന് കുക്കാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ചൂട് എണ്ണയിലേക്ക് ഇട്ടത് കൊണ്ട് തന്നെ വേഗം തന്നെ മഞ്ഞൾപ്പൊടി കുക്കായി കിട്ടും. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കുക്കായ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് എല്ലാ കാര്യങ്ങളും. ഞാൻ ഈ എണ്ണയും കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് ഗാർണിഷ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇപ്പോൾ കാണാം നമ്മുടെ കറിയുടെ കളർ മാറി വരുന്നത്, കണ്ടോ? ആവശ്യത്തിനൊരു യെല്ലോ കളറൊക്കെ വന്നു കഴിഞ്ഞു. ലൈറ്റ് യെല്ലോയാണ്, ഒരുപാട് ഡാർക്ക് യെല്ലോ അല്ല. അപ്പോൾ നമുക്കിനി കറി അടച്ചു വയ്ക്കുക. ചൂടൊന്ന് മാറാൻ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അടച്ചു വെക്കണം കേട്ടോ. ഈ ആവി ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അടച്ചു വയ്ക്കുക. ആവിയൊക്കെ പോയി ചൂടൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മുടെ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഞാനിപ്പോൾ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഉപ്പ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാണ്. എരിവൊക്കെ ആവശ്യത്തിനുണ്ട്. നമ്മൾ ചേർത്ത പച്ചമുളകിൻ്റെ എരിവ് ആവശ്യത്തിനുണ്ട്. അതുകൊണ്ട് ഇനി പച്ചമുളക് അല്ലെങ്കിൽ മുളക് പൊടി ഒന്നും ആവശ്യമില്ല. പച്ചമുളകാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ അരപ്പ് ചേർക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് 1-2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം കേട്ടോ, എരിവ് ആവശ്യമുണ്ടെങ്കിൽ. ഇതിപ്പോൾ ആവശ്യത്തിന് എരിവാണ്, ചോറിൽ ഒഴിച്ച് കഴിക്കാൻ പാകത്തിനുള്ള എരിവാണ്. അതുകൊണ്ട് ഞാനിനി ഇതിലേക്ക് വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എരിവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ 2 പിഞ്ച് പഞ്ചസാര അങ്ങ് ചേർത്തേക്കുക. എരിവൊക്കെ ബാലൻസ് ആയിക്കോളും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.